ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു, ഇപ്പൊ ദൈവം സ്പോട്ടിൽ കൊടുക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ആയി നമ്മുടെ രഞ്ജിതയുടെയും മകന്റെയും അതുപോലെ ഭർത്താവിൻ്റെയും ഒക്കെ ഒരവസ്ഥ. ഈ എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്ന് പറയുന്നത്, ഓവർ കോൺഫിഡൻസും നല്ലതല്ല എന്ന് പറയുന്നതും എല്ലാം സത്യമായ കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ രഞ്ജിതയ്ക്ക് മകനായിട്ട് തന്നെ പണി പാലും വെള്ളത്തിൽ കൊടുത്തു കേട്ടോ, നല്ല രസകരമായ രീതിയിൽ. അപ്പോൾ അതേ നമ്മുടെ പ്രതീഷ് അങ്ങനെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ലെന്ന് അനിരുദ്ധിനോടും അതുപോലെ തന്നെ അനന്യയോടും പറയുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതോ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതോ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, അതൊന്നും നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ നിങ്ങളോട് അവസാനമായിട്ടൊരു കാര്യം പറയണം. ഇത്രയും ദിവസം ഞാനൊന്നും വേണ്ടെന്ന് കരുതി പോയി, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്ക് യാതൊരു ആവശ്യവും ഇല്ല എന്നും പറഞ്ഞ് നിങ്ങളോട് ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയുകയാണെന്നും പറഞ്ഞ് സ്വരമോളോട് നിങ്ങൾ തന്നെ പറയണം അവളുടെ യഥാർത്ഥ അച്ഛൻ ഞാനാണ് എന്നുള്ള കാര്യം. അല്ലാതെ ഇനി മേലിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ അവൾക്കരികിൽ എത്തുമ്പോഴും എന്നെ ആട്ടി ഓടിക്കാനും എന്നെ അവഗണിക്കാനുമുള്ള പരിപാടിയൊന്നും ഇനി നടക്കില്ല. ഇനി നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കണം, പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതിനൊരു തീരുമാനം എനിക്ക് ഉണ്ടാക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇന്ന് വരെ പറഞ്ഞതുപോലെയല്ല പ്രതീക്ഷ ഇത്തവണ പറഞ്ഞത്, കുറച്ച് കടുപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിരുദ്ധിന് മനസ്സിലായി ഇനിയും ഈ രീതിയിലൊന്നും മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല എന്ന്. അനന്യയോട് ചോദിച്ചു, തൃപ്തിയായോ നിനക്ക്, സമാധാനമായില്ലേ നിനക്കെന്ന് ചോദിച്ചു. നിന്റെ ഈ ഒരു അഹങ്കാരം കൊണ്ടാണ് ഇന്നിപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നും സ്വരമോളെ നീ നിന്റെ മകളായി വളർത്താമെന്നുള്ള മോഹം അങ്ങ് വെടിഞ്ഞേക്കാനായിട്ട് അനിരുദ്ധ് അനന്യയോട് പറയുന്നു. അനന്യ അവിടെ നിന്ന് ഇങ്ങനെ കാറി കൂവി നിൽക്കുക, കാണിക്കാനുള്ളത് മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ചുമ്മാ നിന്ന് കരഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ലല്ലോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നുള്ള കാര്യം അനിരുദ്ധ് ഉള്ളതായിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംസാരത്തിന് ഇതിൽ അങ്ങനെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, പ്രതീക്ഷന് നല്ല ആർക്കും എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല, അവളുടെ അമ്മ ഞാനാ, അവളെ വളർത്തിയത് ഞാനാ, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറേ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അനന്യ പറയുന്നുണ്ട്. പക്ഷേ കൈവിട്ട് പോയി എന്നുള്ള കാര്യം അനിരുദ്ധ വീണ്ടും അനന്യെ ഓർമ്മപ്പെടുത്തി. നീ ഇനി എന്തെല്ലാം കാണിച്ചിട്ടും കാര്യമില്ല അനന്യ എന്നുള്ളൊരിതിൽ. അതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അനന്യ അവിടെ കാറി പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് രഞ്ജിതയുടെ അടുത്തേക്കാണ്. അപ്പോൾ രഞ്ജിതയുടെ അടുത്തേക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. അവിടെ ചെന്നു. രഞ്ജിതയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ 3 പേരും ഉണ്ട്, അച്ഛനും അമ്മയും മകനും ഉണ്ട്. അപ്പോൾ പ്രതീക്ഷിൻ്റെ മുഖത്ത് ഈ ഒരു സങ്കടവും അല്ലെങ്കിൽ ഈ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് മനസ്സിലായി പ്രതീക്ഷിന് എന്തോ ഒന്ന് തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രതീക്ഷ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. പ്രതീക്ഷ എന്നിട്ട് നേരെ രഞ്ജിതയുടെ ഒന്ന് മുഖത്ത് നോക്കാതെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു തൃപ്തികരമല്ലാത്ത രീതിയിലാണ് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ രഞ്ജിത പറഞ്ഞു, അല്ല പ്രതീക്ഷിന് എന്തോ ഒരു വിഷമമുണ്ടല്ലോ, എന്തു പറ്റി പ്രതീക്ഷയെ? ഇന്നത്തെ ദിവസം താൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ താൻ വേണമെങ്കിൽ ലീവ് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് ലീവൊന്നും വേണ്ട, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ പറയാം. അല്ല, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് പ്രതീക്ഷനൊന്നും തോന്നരുത്, പ്രതീക്ഷിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ വലിയൊരു വിഷമം പ്രതീക്ഷിൻ്റെ മനസ്സിലുണ്ടെന്ന്, എന്തോ ഒരു പ്രതിസന്ധി പ്രതീക്ഷിൻ്റെ മുന്നിലുണ്ടെന്ന്. എന്താ അത്? ഞങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള സഹായം ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോൾ നിങ്ങളുടെ ആരുടെയും സഹായമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം കൃത്യമായിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നു നമ്മുടെ പ്രതീക്ഷിനോട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പ്രതീക്ഷ ഞങ്ങളുടെ കൂടെ ജോലിയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി തന്നെയാണ് പ്രതീക്ഷിനെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് പ്രതീക്ഷിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചത്. ഇനിയിപ്പോൾ പ്രതീക്ഷിന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം പറയുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ പലർക്കും അത് ബുദ്ധിമുട്ടാകും എന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാകാനോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്ക് സ്വരമോളുടെ കാര്യം എടുത്തിട്ടു. എൻ്റെ മോളാ സ്വരമോള്, എൻ്റെ മോളെ കൈവശം പിടിച്ചു വെച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രതീക്ഷ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ പൊന്നുമോളാ സ്വരമോള്, അവർക്ക് ഞാൻ വളർത്താൻ വേണ്ടി കൊടുത്തതാണെന്നും അതുപോലെ ആ കൊടുത്ത സമയത്ത് അവരെന്നോട് പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത്. അവരിപ്പോൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അതിനുവേണ്ടിയുള്ള പരിപാടികൾ ഒപ്പിക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, രഞ്ജിതയ്ക്ക് ഇരട്ടി ലോട്ടറി അടിച്ചൊരു സന്തോഷം. കുരുമേ കുരു എന്ന് പറയുന്നത് പോലെ ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ലാഭക്കൊയ്ത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രഞ്ജിതയ്ക്ക് ഓരോ നേട്ടങ്ങളും കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രഞ്ജിത ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ നിധി അല്ലെങ്കിൽ ഒരു ബോംബല്ലേ കിട്ടിയിരിക്കുന്നത്.
അങ്ങ് ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരത്തേക്കും പിന്നെ പ്രതീക്ഷ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അരവിന്ദൻ പറഞ്ഞു, വിട്ടു കൊടുക്കരുത് പ്രതീക്ഷയെ, വിട്ടു കൊടുക്കരുത്. നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെയാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. എന്താ വേണ്ടതെന്ന് മാത്രം നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. നിന്റെ കുഞ്ഞിനെ നീ തിരിച്ചു പിടിക്കണം, നിന്റെ കുഞ്ഞിനെ നീയാണ് വളർത്തേണ്ടത് തുടങ്ങിയ രീതിയിലുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് നീട്ടി അങ്ങ് വിടുകയാണ് ആശാൻ. അപ്പം രഞ്ജിതയും ഭയങ്കര ഇത്. അപ്പോൾ രഞ്ജിത പറഞ്ഞു, പ്രതീക്ഷ ഇപ്പം തൽക്കാലം കുറച്ച് സമീപനം പാലിക്കുക. പെട്ടെന്ന് എടുത്ത് ചാടി ഒരു ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. സകല കാര്യങ്ങളും തീർത്തിട്ട് വേണം അതിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പ് എടുക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജിത ഇങ്ങനെ പറഞ്ഞ് പ്രതീഷിനെ ചാട്ട കയറ്റി നിർത്തിയിരിക്കുന്നു. എന്തായാലും പ്രതീഷിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ കയ്യിലെ ഒരു കുരങ്ങൻ്റെ ഈ പൂമാല കിട്ടിയെന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് ആക്കുകയാണ് രഞ്ജിത. അങ്ങനത്തെ ആ ഒരു ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് ചാടടാ കുട്ടിരാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടടാ കുട്ടിരാമ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുക രഞ്ജിതയുടെ വാക്കുകൾ കേട്ട് നമ്മുടെ പ്രതീക്ഷ. ഈ സമയത്ത് അപ്പു ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും പൂജയെ ഈ നാശത്തിലേക്ക് തള്ളിവിടാനായിട്ട് സമ്മതിക്കുന്നില്ല, മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പോൾ അപ്പു ആണെങ്കിൽ നമ്മുടെ പങ്കജിൻ്റെ കള്ളത്തരങ്ങൾ പൂജയോട് പറഞ്ഞിട്ടും പൂജ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷേ പൂജയെ ഈ കള്ളത്തരം കാണിച്ചു കൊടുക്കണം, ഇവൻ്റെ ചതി അത് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി എന്താ ഒരു വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം പോലെ നമ്മുടെ അപ്പുവിൻ്റെ കയ്യിലേക്ക് പങ്കജിൻ്റെ ഒരു കള്ളക്കളി പുറത്തു വരുന്നത്. അതും ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് ഒരു പെണ്ണുമായിട്ട് പങ്കജ് അങ്ങനെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എങ്ങനെയൊക്കെയോ നമ്മുടെ അപ്പു അത് കൈവശപ്പെടുത്തി നേരെ പൂജയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ പൂജക്കരികിലേക്ക് ചെന്നു. പൂജ അപ്പുവിനെ കണ്ടപ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുന്നത്, തെരുവ് പട്ടിയൊക്കെ ആട്ടി ഓടിക്കുന്നത് പോലെ അങ്ങ് ആട്ടി ഓടിക്കുക. അപ്പം ഞാൻ നിൻ്റെ ഇതൊന്നും കേൾക്കാനോ കാണാനോ വന്നതല്ല. നീ എപ്പോഴും പങ്കജ് നല്ലവനാണ്, പങ്കജ് നല്ലവനാണെന്ന് എന്നോട് എപ്പോഴും പറയില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പങ്കജ് ചതിയനാണെന്ന്? പങ്കജ് ഇന്ന് ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് കുറച്ച് ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവൻ്റെ മീറ്റിംഗ് എന്നും ചോദിച്ചുകൊണ്ട് ഈ മൊബൈലിലുണ്ടായിരുന്ന വീഡിയോസ് എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ പൂജ നടുങ്ങിപ്പോയി. പൂജ എന്ത് ചെയ്യണം എന്നൊരു നിമിഷത്തേക്ക് പൂജയ്ക്ക് അറിയില്ല. പറഞ്ഞതും ചെയ്തതും മുഴുവൻ തെറ്റായി പോയല്ലോ എന്നൊരു സെക്കൻഡ് കൂടെ നമ്മുടെ പൂജ ചിന്തിച്ചു. നിനക്കിനിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വിശ്വാസം ആയില്ലെങ്കിൽ നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം, നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പൂജ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക. പങ്കജ് എടുത്ത അതേ ലോഡ്ജിൽ ആ റൂമിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും വന്ന് നമ്മുടെ പങ്കജ് ഡോറ് തുറക്കുന്നു. ഡോറ് തുറന്നപ്പോൾ അപ്പു ആണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പു ഇങ്ങനെ നോക്കിയപ്പോൾ അകത്ത് ഒരു പെണ്ണ് പുതപ്പൊക്കെ പുതച്ചിങ്ങനെ കട്ടിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ അപ്പു ഇതാണോ നിൻ്റെ മീറ്റിംഗ് എന്നിങ്ങനെ ചോദിക്കുന്നു. ആ പുറകെ നമ്മുടെ അപ്പു കുറേ ഡയലോഗൊക്കെ പങ്കജിനോട് ഇറക്കി. തൊട്ട് പുറകെ നമ്മുടെ പൂജയും വരുന്നു. പൂജ ഈ കാഴ്ച കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പങ്കജ് തീർന്നു പോയില്ലേ. പങ്കജിനെ എന്തിനാ ജീവിക്കുന്നത്? പൂജയെ ഇനി ഒരു രീതിയിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥയിലേക്ക് പങ്കജിനെ കൊണ്ടുവന്ന് എത്തിച്ചു നമ്മുടെ അപ്പു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുപിടിയാനായ പങ്കജിനെ ഒരു പെണ്ണുമായിട്ട് ഹോട്ടൽ മുറിയിലിട്ട് പൂജയും അപ്പുവും കൂടെ പൊക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അമ്മ ഒരു വഴിക്കെല്ലാം നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ മകൻ മറുവശത്തെ എല്ലാം നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ അമ്മ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പം നല്ല രസകരമായ രീതിയിൽ അടിപൊളി എപ്പിസോഡുമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. എന്തായാലും സത്യമേ ജയിക്കുകയുള്ളൂ എന്ന് നമ്മുടെ സുമിത്ര പറയുന്നത് പോലെ തന്നെ സത്യമേ ജയിക്കുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ സത്യത്തിന് തന്നെയായിരിക്കും ജയം. തോറ്റെടുത്ത് നിന്നായിരിക്കും ഒരു പക്ഷേ ജയത്തിന് തുടക്കം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അത് കഷ്ടപ്പെട്ടതുകൊണ്ട് പൂജയുടെ ജീവിതം നായ നക്കാതെ രക്ഷപ്പെട്ടു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥയും സന്ദർഭങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.